ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ 171ാമത് തിരുജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി SNDP യോഗം ഒമാൻ യൂണിയൻ ഗുരുദേവ ദർശനത്തിലൂടെ ഒരു യാത്ര എന്ന പേരിൽ ഗുരുദേവ ദർശന പഠനയജ്ഞം നടത്തി. പൂജനീയനായ മുൻ ശിവഗിരി മഠാധിപതിയും മുൻ ശിവഗിരി ശ്രീനാരായണ ധർമ്മസംഘം പ്രസിഡന്റും ചേവണ്ണൂർ ഗുരുദേവ തൃപ്പാദ ഗുരുകുലം മുഖ്യ കാര്യദർശിയും ഇന്ത്യ മഹാരാജ്യം പത്മശ്രീ നൽകി ആദരിച്ച ഏക ശിവഗിരി മഠാധിപതി കൂടിയായ ബ്രഹ്മശ്രീ വിശുദ്ധാനന്ദ സ്വാമിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മസ്കറ്റ് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്ര ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്ന സ്വാമികളെ SNDP യോഗം ഒമാൻ യൂണിയൻ കൺവീനർ G. രാജേഷ് പാദപൂജ ചെയ്തു. കോർ കമ്മിറ്റി അംഗങ്ങളായ B. ഹർഷകുമാർ, D. മുരളീധരൻ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ TS. വസന്തകുമാർ എന്നിവർ ചേർന്ന് പൊന്നാടി അണിയിച്ചു. ചെയർമാൻ L. രാജേന്ദ്രൻ പൂർണ്ണകുംഭം നൽകി അദ്ദേഹത്തെ സ്വീകരിച്ചു. തുടർന്ന് സ്വാമിയെ മസ്കറ്റ് പഞ്ചവാദ്യ സംഘത്തിന്റെ മേള അകമ്പടിയോടെ ക്ഷേത്രഹാളിലേക്ക് ആനയിച്ചു. യജ്ഞത്തിന്റെ ഭാഗമായി ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ ഹോമമന്ത്രം കൊണ്ടുള്ള സർവേശ്വര പൂജയും നടന്നു. മസ്കറ്റിന്റെ മണ്ണിൽ ആദ്യമായിട്ട് നടന്ന ഹോമമന്ത്രാർച്ചനയിൽ നിരവധി വനിതകൾ പങ്കെടുത്തു. ഇത്രയും ധന്യമായ ഒരു പൂജയിൽ പങ്കെടുക്കാനായത് തന്റെ മസ്കറ്റ് ജീവിതത്തിലെ ഭാഗ്യനിമിഷങ്ങളായി കാണുന്നുവെന്നും ഇത് സംഘടിപ്പിച്ച SNDP യോഗം ഒമാൻ യൂണിയൻ ഭാരവാഹികളോട് നന്ദി സൂചിപ്പിക്കുന്നുവെന്നും 30 വർഷമായി ഒമാനിൽ പ്രവാസ ജീവിതം നയിക്കുന്ന ഉഷാ സുഗതൻ അഭിപ്രായപ്പെട്ടു. യജ്ഞത്തിന്റെ ഭാഗമായി ശ്രീനാരായണ ഭജൻ സമിതിയുടെ ഗുരുദേവനാലും തൃപ്പാദങ്ങളുടെ ശിഷ്യന്മാരാലും വിരചിതമായ കൃതികൾക്ക് പ്രസിദ്ധ വാദ്യവിദഗ്ധനായ സുനിൽ കൈതാരത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ഭക്തി ഗാനസുധയും വേറിട്ട അനുഭവമായി. ഗാനസുധയിൽ കലാകാരന്മാരായ പ്രദീപ്, സുരേഷ് ഹരിപ്പാട്, രാജീവ് മേനോൻ, TR ഉള്ളനൂർ, വിഷ്ണു, ശ്രീഹരി ശ്യാം എന്നിവരെ കൂടാതെ ഗായികമാരായ ബബിത ശ്യാം, ഡ്രീംഷ ബ്ലസൻ, ഷോണ രാജേഷ് എന്നിവരും പങ്കെടുത്തു. ജാതിക്കും മതത്തിനും അതീതമായ പ്രവാചകനായിരുന്നു ശ്രീനാരായണ ഗുരുദേവനെന്നും അത് സ്വജീവിതത്തിൽ പകർത്തുവാൻ നമ്മൾ ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരാണെന്നും ഗുരുവിനെക്കുറിച്ച് അറിയുവാനും ഗുരുവിൻ്റെ ദർശനത്തെ ഓരോ വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും ജീവിത പന്ഥാവിൽ എത്തിക്കുക എന്ന കർത്തവ്യമാണ് SNDP ഒമാൻ യൂണിയൻ സംഘടിപ്പിച്ച ഈ യജ്ഞത്തിലൂടെ സാധിച്ചതെന്നും സ്വാമി അഭിപ്രായപ്പെട്ടു. ഗുരുവിനെ അറിയുക, ഗുരുവിൻ്റെ ദർശനങ്ങളെ പഠിക്കുക, അത് പ്രാവർത്തികമാക്കുക, ഗുരുവിനെ എങ്ങനെ ആരാധിക്കണം, ഗുരുവിൻ്റെ ഗുരുത്വത്തെ തിരിച്ചറിഞ്ഞ് അത് വ്യക്തികളുടെയും സമൂഹത്തിൻ്റെയും ജീവിത പന്ഥാവിലേക്ക് എത്തിക്കുക എന്ന മഹത്തായ ഒരു കർത്തവ്യമാണ് ഒമാൻ SNDP യോഗം യൂണിയൻ ഇന്നിവിടെ നിർവഹിച്ചത്. ഇതുപോലെയുള്ള ജ്ഞാനയജ്ഞങ്ങൾ തുടർന്നും നടത്തുവാനുള്ള ആലോചനയാണ് ഈ യൂണിയൻ്റെ ഭാരവാഹികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. SNDP യോഗത്തിൻ്റെ ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളപ്പള്ളി നടേശൻ്റെ അനുവാദത്തോടെ ആണ് ഈ ഉള്ളവൻ ഇവിടെ വന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ആവശ്യകത അത് ഇവിടുത്തെ ഈ യൂണിയൻ്റെ ചെയർമാൻ രാജേന്ദ്രൻ്റെ നിർദ്ദേശവും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ യജ്ഞത്തിൽ വന്ന് പങ്കെടുത്തത്. ഇതുകൊണ്ടുള്ള നേട്ടം ഇന്ന് ഇവിടെ കണ്ടിടത്തോളം എനിക്ക് അനുഭവപ്പെട്ടത് ഗുരുവിൻ്റെ ദർശനങ്ങൾ ഉൾക്കൊള്ളുന്ന ഗുരുദേവ കൃതികൾ അതിമനോഹരമായി ഇവിടെ സംഗീതാത്മകമായി ചിട്ടയോടുകൂടി ആലാപനം ചെയ്യാൻ കഴിവുള്ള ഒരു സംഘത്തെ ഈ യൂണിയന് വാർത്തെടുക്കുവാൻ കഴിഞ്ഞെന്ന് ഉള്ളത് ഒരു ശ്ലാഘനീയമാണ്. 2 പേർ കൂടി 3ആയി 5ആയി 10ആയി ആ സംഘം വളർന്നു വരികയാണ്. അതിലൂടെ
ഗുരുവിൻ്റെ മഹത്തായ തത്വോപദേശങ്ങളെ ജനങ്ങളിൽ എത്തിക്കുവാൻ കഴിയുമാറാകണം. ജാതിക്കും മതത്തിനും അതീതമായ മനുഷ്യത്വത്തിൻ്റെ പ്രവാചകനായിരുന്നു ശ്രീനാരായണ പരമഹംസദേവൻ. അവിടുത്തെ ആ മഹത്തായ ലക്ഷ്യം പ്രാവർത്തികമാക്കുവാൻ ശ്രീനാരായണ ഗുരുവിൽ വിശ്വസിക്കുന്ന ഓരോരുത്തർക്കും കടമയുണ്ട് എന്നുകൂടി അറിയിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ഗുരുപാദങ്ങളിൽ സമർപ്പിക്കുന്നു. നമസ്കാരം.